കോസാറസ് ഓൾ ഇൻ വൺ ക്രീം അല്ലെങ്കിൽ കോസാറസ് മോയ്സ്ചറൈസിങ് ക്രീം. ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്രീമാണ്. കഴിഞ്ഞ ഒരു 1 ഇയർ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 6 മന്ത്സ് ഒരു 8 മന്ത്സ് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ, എൻ്റെ സ്കിന്നിനുണ്ടായ വ്യത്യാസവും എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേര് കണ്ട് അതിന് കമൻസ് ഒക്കെ വന്നു, അത് റിപ്ലൈ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് നോക്കിയപ്പോൾ വീണ്ടും അതിന് കുറേ കമൻസ് ഒക്കെ കയറി വരുന്നത് കണ്ടപ്പോഴാണ് ഞാനത് നോക്കിയപ്പോൾ ടോവിനോ മറ്റോ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇൻ്റർവ്യൂവിലോ മറ്റോ പറഞ്ഞതിന് ശേഷം വീണ്ടും അത് ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് അതിനെക്കുറിച്ച് കുറേ ഡൗട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ചിലതിനൊന്നും എനിക്ക് റിപ്ലൈ നമുക്ക് ഒറ്റ വാക്കിലോ ഒരു സെൻറ്റൻസിലോ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്ലാരിറ്റി വരാനുണ്ട്. സോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കോസാറക്സിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കണ്ടു തീർക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കോസാറസ് ഓൾ ഇൻ വൺ ക്രീം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം ഒരു 1 മന്ത് 2 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം അത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് രാത്രി മാത്രമേ യൂസ് ചെയ്യാറുള്ളായിരുന്നു. മോർണിംഗിൽ അതിൻ്റെ ഒരു സിറം ഉണ്ടല്ലോ, സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതായിരുന്നു ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നൈറ്റ് ടൈമിൽ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാത്രി മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കമൻറ്റ് വന്നപ്പോഴും അതിന് റിപ്ലൈ ആയിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അങ്ങനെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചു, മോർണിംഗിൽ അപ്പം ഞാൻ എന്ത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ്, എൻ്റെ ആക്നി പ്രോൺ സ്കിന്നാണ്, ഞാൻ ഇത് യൂസ് ചെയ്താൽ പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കാര്യം, മാത്രമല്ല അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ അതിൻ്റെ ഒരു ഹെൽപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നമുക്കിങ്ങനെ റിപ്ലൈ ആയിട്ട് തരും. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഏതായാലും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ സ്കിന്നാണ്, എനിക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റും മോർണിംഗും ഒരുപോലെ ഈ ക്രീം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും അത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂന്നാണ് നിങ്ങളോട് പറഞ്ഞത്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ഡ്രൈ സ്കിന്നാണ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, സോ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇത് മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിന് പകരം ഞാൻ എന്ത് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കമൻറ്റുകൾക്കൊക്കെ എനിക്ക് ഭയങ്കര കൂടുതൽ ഒരു സെൻറ്റൻസിൽ കൂടുതൽ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ മടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3ാമതൊരു വീഡിയോ കൂടെ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ക്രീം യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അതിനൊരു വ്യത്യാസം വരുമെന്ന്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ ആൽഫ ആർബുട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഇതടങ്ങിയിട്ടുള്ള ഒരു സിറം കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കെമിക്കൽ പീലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പൈസ ഇങ്ങനെ കുറേ പോകുന്നതിലും നല്ലത് അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ നന്നായിരിക്കും. പിന്നെ ഈ ക്രീം തേക്കുന്നതിനെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ അവർക്ക് കമൻറ്റായിട്ട് റിപ്ലൈ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗിൽ ഇത് തേക്കേണ്ട, അതിന് പകരം നിങ്ങൾ സെറ്റാഫിലോ സെറാവിയോ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ കോസാറക്സിൻ്റെ ആ സൈറ്റിൽ കയറിയിട്ട് ഹെൽപ്പിംഗ് സെൻറ്ററിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മോർണിംഗിലും നൈറ്റിലും ഈ ക്രീം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോർണിംഗിൽ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീനും കൂടെ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണല്ലോ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് നല്ലതാവുന്നത്. സോ വേണ്ട, അതൊരു റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തീർത്തും കമൻറ്റിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നൈറ്റ് യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. പിന്നെ അതുപോലെ ഒരാൾ മോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആക്നി പ്രോൺ സ്കിന്നാണ്, എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞത് ആക്നിയൊക്കെ വന്നിട്ട് അത് ഇങ്ങനെ പൊട്ടിയിട്ട് മുറിവൊക്കെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല.
അപ്പോൾ എന്താ പറയുക, ചെറിയ രീതിയിൽ ആക്നിയും കാര്യങ്ങളും അതിങ്ങനെ പൊട്ടി പഴുത്ത് അങ്ങനെയൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നുകാർക്കും മീൻസ് ആക്നി ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ എന്താ പറയുക, ആൾക്കാർ അവർക്കത് വിറ്റ് പോകണം എന്നാണല്ലോ ആവശ്യം. സോ അവരെന്ത് പറയും, എല്ലാവർക്കും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ പറയും. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ നമ്മളാണല്ലോ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ക്രീം വാങ്ങിച്ചാലും ആദ്യം തന്നെ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ സ്കിന്നിൽ അതിനെ കൊടുക്കാവുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2-3 ദിവസം നമ്മൾ കൈയുടെ ഒരു സൈഡിൽ തേച്ച് നോക്കിയിട്ട് എന്താ പറയുക, നമുക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നിയെങ്കിൽ മാത്രമേ നമ്മൾ മുഖത്തിലോട്ട് അത് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം മുഖം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മുഖം, മുടി, ഇതൊക്കെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിലും അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കണ്ട വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളത് വാങ്ങിത്തേക്കാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡി നടത്തി എന്താ പറയുക, അത് നമുക്ക് നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ല. ഈ പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആയി കഴിഞ്ഞാൽ എത്ര പൈസ കൊടുത്താലും ചിലപ്പോൾ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പിന്നെ ഒരാൾ ചോദിച്ചത് എന്തായിരുന്നു, അങ്ങനെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. സിറം യൂസ് ചെയ്യാൻ പറ്റുമോ, സിറം യൂസ് ചെയ്യണം നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ സിറം യൂസ് ചെയ്ത് നിർത്ത് കുഴപ്പമില്ല. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ സാലിസിലിക് എന്ന് പറഞ്ഞ സിറം ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പാടില്ല. നയാസിനമൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ എന്താ പറയുക, 30 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് റിങ്കിൾസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ എന്താ പറയുക, അത് വരാതിരിക്കാൻ ആൻറ്റി ഏജിങ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം. അതെല്ലാം നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നയാസിനമൈഡും സാലിസിലിക്കും ഒക്കെ നമുക്ക് മോർണിംഗ് യൂസ് ചെയ്യാം. റെറ്റിനോൾ നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നല്ലൊരു നമ്മുടെ സ്കിന്നിനെ സെൻസിറ്റീവ് ആക്കുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് റെറ്റിനോൾ, ഗ്ലൈക്കോളിക് എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതിലൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നും ഞാൻ നോക്കിയിട്ട് അതിന് എനിക്ക് ടൈമിനനുസരിച്ച് ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെന്താ പറയുക, ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ പ്രോഡക്ട്സുകൾ മാത്രം, അതും പ്രൊമോഷൻ ഒന്നുമല്ല. എനിക്ക് എന്താ പറയുക, എൻ്റെ ചാനൽ കണ്ടാൽ അറിയാം, അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത ചാനലാണ്. സോ എന്താ പറയുക, എനിക്ക് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. ഓക്കെ, നേരത്തെ പക്ക ഓയിലി സ്കിന്നായിരുന്നു, അത് ഇപ്പോൾ വന്നപ്പോൾ കോമ്പിനേഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചില എന്താ പറയുക പ്രോഡക്റ്റൊക്കെ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ മുഖത്ത് മോക്കുരും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ചില ഏരിയ ഡ്രൈ ആയി പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. എന്നാലും എല്ലാ സ്കിൻ ടൈപ്പിനും, ഓയിലി, കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ, ഡ്രൈ, എല്ലാ സ്കിന്നുകാർക്കും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലതാണ്. കാരണം എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഈ ക്രീം മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടി കേട്ടോ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടടിച്ചു പോകും. അതുപോലെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാനത് നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ സെറാവേ സെറ്റാഫിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ അത് കുറച്ച് വലിയ ബോട്ടിലായിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് അത്ര അങ്ങോട്ട് സെറ്റാഫിൽ എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ടാവുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേനും ചേഞ്ച് ചെയ്ത് സെറാവേ ആണ് ഇപ്പം ഞാൻ മോർണിംഗിൽ തേച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ക്രീമാണ് കേട്ടോ. ശരിക്കും അത് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് ആണ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലതാണെന്ന്. പിന്നെ സെറാവയെ കുറിച്ചിട്ട് കുറേ എന്താ പറയുക വീഡിയോസൊക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ട്. ആ പ്രോഡക്റ്റ് അത്ര ഇതല്ല, കെമിക്കൽസ് ഭയങ്കര നമ്മുടെ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറാവേ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. സൺസ്ക്രീനിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് കമൻറ്റിൽ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ, എത്ര പേരിൽ ഇത് എത്തുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.